ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായിട്ടുള്ള ശാസ്ത്ര കൗതുകം എന്ന് പറയുന്ന പാഠം നോക്കാം. ഭാരതസ്യ പ്രഥമ കൃത്രിമോപഗ്രഹ കഹ ഏതത് നാമ കഥം പ്രാപ്തം? ഭാരതത്തിൻ്റെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? അതിനെങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ആര്യഭട്ട. ആ പേരെങ്ങനെയാണ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ, ആര്യഭട്ടൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്മരണാർത്ഥമാണ് നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് നൽകിയത്. സംസ്കൃത ഭാഷായാം നൈകേ വിജ്ഞാനോദീപകാഃ ഗ്രന്ഥാഃ വിദ്യന്തെ. സംസ്കൃത ഭാഷയിൽ അനേകം വിജ്ഞാനം, അറിവ് നൽകുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ട്. തേ ഗ്രന്ഥാഃ തേഷാം കർത്താശ്ച ലോകേ പ്രതിതാഃ ഭവന്തി. അപ്പോൾ ആ ഗ്രന്ഥങ്ങളും അവയുടെ കർത്താക്കളും വളരെ പ്രസിദ്ധമാണ്. ഏതേഷു ഗ്രന്ഥേഷു വിദ്യമാനാः സർവേ ശ്ലോകാः അപി വിജ്ഞാനദായകാः ഭവന്തി. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും വിജ്ഞാനത്തെ തരുന്നതാണ്, ജ്ഞാനത്തെ തരുന്നതാണ്, അറിവിനെ തരുന്നതാണ്. തേഭ്യഃ ശ്ലോകാദ്വയം പാഠേയസ്മിൻ സമോചിതം. അതിലുള്ള 2 ശ്ലോകങ്ങളാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏകം ച ദശാ ച ശതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കോടി അർബുദം ച വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. നമ്മുടെ ആര്യഭടീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഒന്നുകൂടെ പറയാം. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയിത നിയുതേ തഥാ ച പ്രയുതം കോടി അർബുദം ച വൃന്ദം സ്ഥാനയാ സ്ഥാനം ദശഗുണം സ്യാത്. ഏകം എന്ന് പറഞ്ഞാൽ 1, ദശ എന്ന് പറഞ്ഞാൽ 10, ശതം 100, സഹസ്രം 1000, ആയുധം 10,000, നിയുതം ലക്ഷം, പ്രയുതം 10 ലക്ഷം, കോടി 1 കോടി, അർബുദം 10 കോടി, വൃന്ദം 100 കോടി. അപ്പോൾ ഏകം, ദശ, ശതം, സഹസ്രം, ആയുധ, നിയുതം, പ്രയുതം, കോടി, അർബുദം, വൃന്ദം. ഇത്രയാണ് നമുക്ക് സംഖ്യകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംഖ്യകളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണ്. ഇപ്പോൾ 1 × 10 ആണ് 10, 10 × 10 ആണ് 100. അപ്പോൾ ഈ സംഖ്യകളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണ്, 10ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേതം നോക്കാം. ത്വയുത നിയുതേ, അതെങ്ങനെ നമുക്ക് പിരിച്ചു പറയാം? തു ആയുധ നിയുതേ. വിഗ്രഹം നോക്കാം. ആയുധ നിയുതേ എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം? ആയുധം ച നിയുതം ച. അടുത്തത് കോടി അർബുദം, അതെങ്ങനെ വിഗ്രഹിക്കാം? കോടിഃ ച അർബുദം ച അനയോഹോ സമാഹാരഃ. ഇനിയും നമുക്കവിടെ സംഖ്യകൾ തന്നിരിക്കുന്നു. ഏകം 1, ദശ 10, ശതം 100, സഹസ്രം 1000, ആയുധം 10,000, നിയുതം ലക്ഷം, പ്രയുതം 10 ലക്ഷം, കോടി, അർബുദം 10 കോടി, വൃന്ദം 100 കോടി. അന്വയം നോക്കാം. ഏകം, ദശ, ശതം ച സഹസ്രം തു ആയുധ നിയുതേ തഥാ പ്രയുതം കോടി അർബുദം വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. ഈ സംഖ്യകളെല്ലാം, നമ്മൾ ഈ പറഞ്ഞ സംഖ്യകളിലെല്ലാം എങ്ങനെയാണ്? 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് സ്ഥാനം മാറുന്നത്. സംഖ്യകൾ മാറി മാറി വരുന്നത് എങ്ങനെയാണ്? 10ൻ്റെ ഗുണിതങ്ങൾ വെച്ചിട്ടാണ് ഈ സംഖ്യകൾ മാറി മാറി വരുന്നത്. ആശയം നോക്കാം. ഏകം 1, ദശ 10, ശതം 100, സഹസ്രം 1000, ആയുധം 10,000, നിയുതം ലക്ഷം, പ്രയുതം 10 ലക്ഷം, കോടി 1 കോടി, അർബുദം
10 കോടി, വൃന്ദം 100 കോടി. ച ക്രമേണ ദശഗുണിതഃ സംഖ്യാ ഭവേയുഃ. ഇവ ക്രമത്തിൽ 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് വരുന്നത്. അതായത് 1 × 10 ആണ് 10. അതുപോലെ തന്നെ നമ്മൾ 100 × 10 ആണ് 1000. അപ്പോൾ 1 × 10 10. ഇനിയും 10 × 10 100. 100 × 10 1000. 1000 × 10 10000. 10000 × 10 1,00,000. 1,00,000 × 10 1 കോടി. 1 കോടി × 10 10 കോടി. 10 കോടി × 10 100 കോടി. അപ്പോൾ ഈ സംഖ്യകൾ ക്രമത്തിൽ 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് വരുന്നതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏകം ച ദശാച്ച ശതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദം ച വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. ഏകം ച ദശ ച ശതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കോട്യർബുദം ച വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. അടുത്ത ശ്ലോകം നോക്കാം. ചന്ദ്രോജലമർക്കോരാഗ്നിഃ മൃത്പുഃ ഛായാഭിയാ തമസാദി ഛാദയതി ശശി സൂര്യാം ശശിനാം മഹതി ച ഭൂച്ഛയാ. ഈ ശ്ലോകം എങ്ങനെയാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. ചന്ദ്രോ ജലമകോരഗ്നിഃ. ചന്ദ്രൻ ജലമയമുള്ളതും ജലം കൊണ്ടുള്ളതും സൂര്യൻ അഗ്നി കൊണ്ടുള്ളതും ഭൂമി മണ്ണുകൊണ്ടുള്ളതുമാണ്. അപ്പം മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്, ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി, അർക്കഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പം ചന്ദ്രൻ ജലം കൊണ്ടുള്ളതും അർക്കഹ സൂര്യൻ അഗ്നി കൊണ്ടുള്ളതും ഭൂമി മണ്ണുകൊണ്ടുള്ളതുമാണ്. പിന്നോ എപ്പോഴാണോ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നത് അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നില്ല. പകരം എന്താ ലഭിക്കുന്നത്? ചന്ദ്രൻ്റെ നിഴലാണ് ലഭിക്കുന്നത്. അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സൂര്യനെ ചന്ദ്രൻ വന്ന് മറയ്ക്കുകയാണ്. അപ്പോൾ ആ മറയ്ക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക്, ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല. പകരം ആ ചന്ദ്രൻ ആ സൂര്യനെ മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നിഴലാണ് എവിടെ? ഭൂമിയിൽ പതിക്കുന്നത്. അപ്പോൾ അതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ നിഴല് ഭൂമിയുടെ പല പ്രദേശങ്ങളിലേക്കും പതിക്കുന്നു. അതിനെയാണ് സൂര്യഗ്രഹണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ഭൂമി ചന്ദ്രനെ മറയ്ക്കുകയാണെങ്കിൽ, അതായത് ചന്ദ്രൻ നിൽക്കുമ്പോൾ ഭൂമിയാണ് പോയി ചന്ദ്രനെ മറയ്ക്കുന്നതെങ്കിൽ അപ്പോൾ ചന്ദ്രനിൽ ഇരുട്ടുണ്ടാകുന്നു. അതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനെ ഭൂമി മറയ്ക്കുമ്പോൾ ചന്ദ്രനിൽ ഇരുട്ടുണ്ടാകുന്നു. അപ്പോൾ അതിനെയാണ് ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത്. പിന്നോ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ, നേർരേഖയിൽ വരുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിലെ പല പ്രദേശങ്ങളിലും പതിക്കുന്നു. അതിനെയാണ് സൂര്യഗ്രഹണമെന്ന് പറയുന്നത്. ഇനിയും ഭൂമിയാണ് ചന്ദ്രനെ മറയ്ക്കുന്നതെങ്കിൽ ചന്ദ്രനിൽ ഇരുട്ടുണ്ടാകുന്നു. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇവ രണ്ടും സംഭവിക്കണമെങ്കിലോ ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരണം. നമുക്ക് പദച്ഛേദം നോക്കാം. ചന്ദ്രോ ജലമർക്കോരഗ്നിഃ. അതെങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ചന്ദ്രഃ പ്ലസ് ജലം പ്ലസ് അർക്കഃ പ്ലസ് അഗ്നിഃ. മൃത്ഭൂഃ. അതെങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? മൃത് അധികം ഭൂഹു. മൃത് എന്താണ്? മണ്ണ്. മൃത്ത് മണ്ണ്. ഭൂഹു ഭൂമി. ഛായാഭി. ഛായ പ്ലസ് അഭി. ഛായ എന്താണ്? നിഴല്. തമസാദി. അതെങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? തമഹ തത് ഹി. തമഹ എന്താണ്? തമഹ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അന്വയം നോക്കാം. ചന്ദ്രഃ ജലം അർക്കഃ അഗ്നിഃ ഭൂഹു മൃത് യാ ഛായാഭി. തത് തമഃ ഹി ശശി സൂര്യം ഛാദയതി
തത് സൂര്യഗ്രഹണം മഹതി ഭൂച്ഛയാ ശശിനം ഛാദയതി തത് ചന്ദ്രഗ്രഹണം. ആശയം നോക്കാം. ചന്ദ്രഃ ജലമയഃ അസ്തി. ചന്ദ്രൻ ജലമയമാണ്, അതായത് ചന്ദ്രൻ ജലം കൊണ്ടുള്ളതാണ്. സൂര്യഃ അഗ്നിമയഃ അസ്തി. സൂര്യനോ അഗ്നിമയമാണ്. ഭൂമിഃ മൃണമയീ ഭവതി. ഭൂമി മണ്ണുകൊണ്ട് ഉള്ളതാണ്. യഥാ ചന്ദ്രഃ സൂര്യഃ ആച്ഛാദയതി തഥാ ഭൂമി കേഷുചിത് പ്രദേശേഷു ചന്ദ്രസ്യ ഛായ വ്യാപ്നോതി. എപ്പോഴാണോ ചന്ദ്രൻ സൂര്യനെ ആച്ഛാദയതി എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത്, അപ്പോൾ ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്നു. തേഷു പ്രദേശേഷു അന്ധകാരഃ ദൃശ്യത്തെ. ആ പ്രദേശങ്ങളിൽ അന്ധകാരം, ഇരുട്ട് ഉണ്ടാകുന്നു. തത് സൂര്യഗ്രഹണം. അതാണ് സൂര്യഗ്രഹണം. യഥാ ഭൂമി മഹതി ഛായ ചന്ദ്രാം ഛാദയതി തഥാ ചന്ദ്രേ അന്ധകാരം വ്യാപ്നോതി തത് ചന്ദ്രഗ്രഹണം. എപ്പോഴാണോ ഭൂമിയുടെ വലിയ നിഴല് ചന്ദ്രനെ മറയ്ക്കുന്നത്, അപ്പോൾ ചന്ദ്രനിൽ അന്ധകാരം, ഇരുട്ട് വ്യാപിക്കുന്നു. അതിനെയാണ് ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത്. ഏതേ ദ്വേ അവസ്ഥേ സൂര്യഃ ഭൂമിഃ ചന്ദ്രഃ ച ഋജുരേഖാ അവസ്ഥിതേഷു ഏവ സംഭവതഃ. ഈ രണ്ട് അവസ്ഥകളും, അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും, ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വന്നാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ചന്ദ്രോ ജലമർക്കോ അഗ്നിഃ മൃത്ഭുഃ ഛായാപി യാ തസ്മാദി ഛാദയതി ശശി സൂര്യാം ശശിനാം മഹതി ച ഭൂച്ഛായാം. ചന്ദ്രോ ജലമർക്കോരഗ്നിഃ മൃത്ഭുഃ ഛായാപി യാ തസ്മാദി ഛാദയതി ശശി സൂര്യാം ശശിനാം മഹതി ച ഭൂച്ഛായാം. അപ്പോൾ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പഠന പ്രവർത്തനം നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ.